നടിയെ ആക്രമിച്ച കേസിൽ പോരാട്ടം ഇനിയും തുടരും. കേസിൽ സൂത്രധാരൻ എന്ന അന്വേഷണ സംഘം ആരോപിച്ച നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്നാണ് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നതെങ്കിലും പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും പോരാട്ടം അവസാനിക്കുന്ന മട്ടില്ല. കുറ്റക്കാരനായി കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വിധിച്ച ശേഷം 12-നാണ് ഉത്തരവ് പുറത്തുവരാനിരിക്കുന്നത്. അതിനുശേഷമാകും എന്തെല്ലാം കാരണങ്ങളാലാണ് ദിലീപിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന വിചാരണ കോടതി കണ്ടെത്തിയതെന്ന് വ്യക്തമാകുന്നത്. ഇതിനുശേഷമായിരിക്കും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നത്. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെന്ന ശക്തമായ വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ ഇതൊന്നും ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തി എന്ന് വേണം നിലവിൽ അനുമാനിക്കാൻ. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അപ്പീൽ കോടതികളിൽ ഫലപ്രദമായി ഉന്നയിക്കാനാകുമെന്ന ആത്മവിശ്വാസം പ്രോസിക്യൂഷനും അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകർക്കുമുണ്ട്. ഉത്തരവ് പുറത്ു വന്നാലുടൻ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി.എ. ഷാജി പറയുകയുമുണ്ടായി. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കിക്കൊണ്ട് 1512 പേജുകളുള്ള വിശദീകരണ പത്രികയായിരുന്നു പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ നൽകിയത്. മേൽക്കോടതികളിൽ വിഷയം എത്തുമ്പോൾ ദിലീപ് രേഖാമൂലം മറുപടി നൽകേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൾസർ സുനിയെ അറിയില്ല എന്ന നിലപാടായിരുന്നു ദിലീപ് കേസിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചത്. അത് തള്ളുന്ന വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചതും. കേസിന്റെ തുടക്കത്തിൽ അതിജീവിതയുടെ സഹോദരൻ നൽകിയ മൊഴിയിൽ തന്നെ കേസിൽ ദിലീപിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ രേഖകളിലുള്ളത്. വിചാരണ കോടതിയുടെ ആദ്യം മുതൽ തന്നെ അതിജീവിതയും സർക്കാരും അവിശ്വസിക്കുന്ന അപൂർവത നടിയെ ആക്രമിച്ച കേസിൽ ഉണ്ടായിരുന്നു. കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഹണി എം വർഗീസിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയും സർക്കാരും 2 തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നില്ല എന്ന നിലപാട് പോലും നടിയും സർക്കാരും സ്വീകരിച്ചതാണ്. അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിച്ചതും. കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടായിരുന്നു ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നായിരുന്നു അതിജീവിതയുടെ പരാതി. ഇതിനെ സർക്കാരും പിന്താങ്ങുന്നുണ്ടായിരുന്നു. നടിയുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന പരാതിയും ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നത് 12-ാം തീയതി, അതായത് നാളെ വരാനിരിക്കുന്ന ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയാകും തീരുമാനമെടുക്കുക.